ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മാത്തമാറ്റിക്കൽ വേയിൽ ബ്രേക്ക് ഈവൻ പോയിൻ്റ് ഇൻ യൂണിറ്റ്സും സെയിൽസ് റവന്യൂം കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ്. ലാസ്റ്റ് വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു മാത്തമാറ്റിക്കൽ അപ്രോച്ച് യൂസ് ചെയ്ത് നമ്മൾ എങ്ങനെയാണ് ബ്രേക്ക് ഈവൻ പോയിൻറ്റും കോസ്റ്റ് ഫംഗ്ഷനും റവന്യൂ ഫംഗ്ഷനും പ്രോഫിറ്റ് ഫംഗ്ഷനും ഒക്കെ അപ്ലൈ ചെയ്യുന്നതെന്ന്. അപ്പോൾ അത് വെച്ചൊരു പ്രോബ്ലമാണ് ഇവിടെ. ഫസ്റ്റ് ഞാൻ ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേക്കാം. ഫിക്സ് കോസ്റ്റ് ഫോർ ദി ഇയർ rupees 1,20,000. Variable cost per unit is rupees 6. Selling price per unit is rupees 30. Find the break-even point in units and sales revenue. അതായത് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ബ്രേക്ക് ഈവൻ പോയിൻറ്റ്. കോസ്റ്റിംഗ് ടെക്നിക്ക് അനുസരിച്ച് നിങ്ങൾക്കറിയാം എങ്ങനെയാണ് ബ്രേക്ക് ഈവൻ പോയിൻറ്റ് കണ്ടെത്തേണ്ടതെന്ന്. അതായത് നമ്മൾ ഫോമുല അപ്ലൈ ചെയ്യണം. ബ്രേക്ക് ഈവൻ പോയിൻറ്റ് ഇൻ യൂണിറ്റ്സ് ഈക്വൽസ് ഫിക്സ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. അതായിരുന്നു. പിന്നെ ബ്രേക്ക് ഈവൻ പോയിൻറ്റ് ഇൻ സെയിൽസ് റവന്യൂ എങ്ങനെയാണെന്ന് വെച്ചാൽ ഫിക്സ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ PV റേഷ്യോ. പക്ഷേ ഇവിടെ നമുക്ക് കോസ്റ്റിംഗ് ടെക്നിക്ക് അപ്ലൈ ചെയ്തല്ല ചെയ്യാൻ പോകുന്നത്, മാത്തമാറ്റിക്കൽ അപ്രോച്ചിലാണ്. മാത്തമാറ്റിക്കൽ അപ്രോച്ച് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണെന്ന്. അപ്പോൾ ആദ്യം നിങ്ങൾ ഓർക്കേണ്ട കാര്യം, ബ്രേക്ക് ഈവൻ പോയിൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രേക്ക് ഈവൻ പോയിൻറ്റ് ഇസ് ദ പോയിൻറ്റ് അറ്റ് വിച്ച് ദർ ഇസ് നീദർ പ്രോഫിറ്റ് നോർ ലോസ്. ഫോമുല ഒന്നും ആലോചിക്കേണ്ട, ഈ ഒരു പോയിൻറ്റ് മനസ്സിലോട്ട് വരണം. There is neither profit nor loss. അതായത് profit will be 0 and revenue will be equal to cost. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഓർമ്മ വരേണ്ടത്. So at break even point, total cost equals total revenue. അത് നമ്മൾ ഫംഗ്ഷനിൽ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ എഴുതും? ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് CX ഈക്വൽസ് RX. തിരിച്ചു എഴുതാം, RX ഈക്വൽസ് CX എന്ന് എഴുതാം. അത് നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് എഴുതിയാൽ മതി, അതൊരു പ്രോബ്ലമേ അല്ല. ഓക്കെ, അതായത് ബ്രേക്ക് ഈവൻ പോയിൻറ്റിൽ CX വിൽ ബി ഈക്വൽ ടു RX. CX എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നി F പ്ലസ് VX എന്ന് പറയാം, അല്ലെങ്കിൽ VX പ്ലസ് F എന്ന് പറയാം. അതായത് എന്തൊക്കെ ചേരുന്നതാണ്? ഫിക്സ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും ചേരുന്നതാണ് ടോട്ടൽ കോസ്റ്റ്. ദെൻ റവന്യൂ നമ്മൾ ഫംഗ്ഷനിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത് RX എന്നാണ്. RX എന്ന് പറഞ്ഞാൽ എന്താ? സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് ഇൻ ടു നമ്പർ ഓഫ് യൂണിറ്റ് സോൾഡ്. X എന്ന് പറയുന്ന നമ്പർ ഓഫ് യൂണിറ്റ് സോൾഡ് ആണ്. ലെറ്റ് എക്സ് ബി ദി. ഇപ്പം നമുക്കിവിടെ അറിഞ്ഞുവിടാത്ത എന്താ? ബ്രേക്ക് ഈവൻ യൂണിറ്റ്സ് ആണ്. ആദ്യം യൂണിറ്റ്സ് കണ്ടെത്താം. യൂണിറ്റ്സ് മീൻസ് നമ്പർ ഓഫ് യൂണിറ്റ്സ്, അതായത് അതിനെ എക്സ് ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യണം. സോ ലെറ്റ് എക്സ് ബി ദി സെയിൽസ് വോള്യൂം അറ്റ് ബ്രേക്ക് ഈവൻ പോയിൻറ്റ്. അതായത് ബ്രേക്ക് ഈവൻ പോയിൻറ്റിൽ എത്തണം എന്നുണ്ടെങ്കിൽ എത്ര യൂണിറ്റ്സ് വിൽക്കണമെന്നല്ലേ? അപ്പോൾ എക്സ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് യൂണിറ്റ്സ് ടു ബി സോൾഡ് അറ്റ് ബ്രേക്ക് ഈവൻ. അപ്പോൾ അത് വെച്ച് നമുക്ക് സോൾവ് ചെയ്യാം. അതായത് CX ഇസ് ഈക്വൽ ടു RX. അപ്പോൾ എങ്ങനെ വരും? CX ഇസ് ഈക്വൽ ടു RX എന്ന് പറയുന്നത് F പ്ലസ് VX ഈക്വൽസ് RX എന്നാണ്. ഈ ക്വസ്റ്റ്യനിൽ F എത്രയാണ്? F മീൻസ് ഫിക്സ് കോസ്റ്റ്, ഇറ്റ് ഈസ് 1,20,000 പ്ലസ് VX വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് തന്നിട്ടുണ്ടല്ലോ, അതായത് 6X. X നമുക്ക് എത്രയാണെന്ന് അറിയത്തില്ല, X ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. X മീൻസ് നമ്പർ ഓഫ് യൂണിറ്റ്സ് ഈക്വൽസ് RX എങ്ങനെയാണ്? RX മീൻസ് സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് യൂണിറ്റ്സ്, അതായത് സെല്ലിംഗ് പ്രൈസ് 30. അപ്പോൾ 30X എന്ന് എഴുതാം, കാരണം Xൻ്റെ വാല്യൂ അൺനോൺ ആണ്. ഇനി ഇതിനെ സോൾവ് ചെയ്യാം. ലൈക്ക് ഐറ്റംസ് എല്ലാം ഒരു സൈഡിലോട്ട് കൊണ്ടുവരിക. അപ്പോൾ എന്ത് ചെയ്യാം? 6X മൈനസ് 30Xനെ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നു, ഈക്വൽസ് 1,20,000നെ അതർ സൈഡിലോട്ട് കൊണ്ടുപോയപ്പം മൈനസ് 1,20,000. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് 6X മൈനസ് 30X എന്ന് പറയുന്നത് മൈനസ് 24X ഈക്വൽസ് മൈനസ് 1,20,000. Therefore X is equal to minus 1,20,000 divided by minus 24, that is equal to 5,000 units. അതായത് നമ്മൾ ബ്രേക്ക് ഈവനിൽ എത്തണമെന്നുണ്ടെങ്കിൽ എത്ര യൂണിറ്റ്സ് വിറ്റിരിക്കണം? 5,000 യൂണിറ്റ്സ് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫേമിന് ബ്രേക്ക് ഈവൻ പോയിൻറ്റിൽ എത്തിച്ചേരാൻ സാധിക്കും. ബ്രേക്ക് ഈവൻ പോയിൻറ്റ് മീൻസ് ദർ ഇസ് നീദർ പ്രോഫിറ്റ് നോർ ലോസ്. അല്ലാന്നുണ്ടെങ്കിൽ ടോട്ടൽ റവന്യൂ ഇസ് ഈക്വൽ ടു ടോട്ടൽ കോസ്റ്റ്. അതാണോ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ 5,000നെ നിങ്ങൾ ഈ ഫോമുലയിൽ അപ്ലൈ ചെയ്താൽ മതി. അതായത് 1,20,000 പ്ലസ് 6 ഇൻറ്റു 5,000 ഈക്വൽസ് 30 ഇൻറ്റു 5,000 ചെയ്യുമ്പം ആൻസർ സെയിം ആണെന്നുണ്ടെങ്കിൽ, അതായത് ടോട്ടൽ കോസ്റ്റ് ഈക്വൽസ് ടോട്ടൽ റവന്യൂ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആൻസർ സെയിം ആണ്. ഇതാണ് ബ്രേക്ക് ഈവൻ പോയിൻറ്റ്. ഇനി ഇത് ബ്രേക്ക് ഈവൻ പോയിൻറ്റ് ഇൻ യൂണിറ്റ്സ് അല്ലേ നമ്മൾ കണ്ടെത്തി, അതായത് 5,000 യൂണിറ്റ്സ്. ക്വസ്റ്റ്യനിൽ ഒരെണ്ണോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ബ്രേക്ക് ഈവൻ പോയിൻറ്റ് ഇൻ സെയിൽസ് റവന്യൂ. സെയിൽസ് റവന്യൂ മീൻസ് ഇത് റുപ്പീസിൽ എക്സ്പ്രസ് ചെയ്ത് കാണിക്കണം. അപ്പോൾ എന്ത് ചെയ്താൽ മതി? യൂണിറ്റ്സ് നമ്മുടെ കയ്യിലുണ്ടല്ലോ. ബ്രേക്ക് ഈവൻ പോയിൻറ്റ് ഇൻ യൂണിറ്റ്സ് ഇസ് 5,000 ഇൻറ്റു സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ്. സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ₹30. സോ ദി ബ്രേക്ക് ഈവൻ സെയിൽസ് ഇസ് 1,50,000 rupees. അതായത് നമ്മൾ എത്ര രൂപയുടെ സെയിൽസ് നടത്തിയാൽ നമ്മൾ ബ്രേക്ക് ഈവനിൽ എത്തിച്ചേരും?
അതായത് 1,50,000 രൂപയുടെ സെയിൽസ് നടത്തിയാൽ നമ്മൾ ബ്രേക്ക് ഈവനിൽ എത്തിച്ചേരും. അല്ലെങ്കിൽ അതിനെ എങ്ങനെ പറയാം, ഒന്നീ ഇത്ര രൂപയുടെ സെയിൽസ് നടത്തിയാൽ ബ്രേക്ക് ഈവനിൽ എത്തിച്ചേരാമെന്ന് പറയാം, അല്ലാന്നുണ്ടെങ്കിൽ ഇത്ര യൂണിറ്റ്സ് വിറ്റാൽ നമ്മൾ ബ്രേക്ക് ഈവനിൽ എത്തിച്ചേരാമെന്ന് പറയാം. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അതായത് ബ്രേക്ക് ഈവൻ പോയിൻറ്റ് മാത്തമാറ്റിക്കൽ ഫോമുലയിലാണ് സോൾവ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തോർത്ത് വേണം, ആർ എക്സ് ഇസ് ഈക്വൽ ടു സി എക്സ്, അല്ലെങ്കിൽ തിരിച്ചു എഴുതാം സി എക്സ് ഇസ് ഈക്വൽ ടു ആർ എക്സ്. അങ്ങനെ എഴുതി നമ്മൾ സോൾവ് ചെയ്യുക. സി എക്സ് ഇസ് ഈക്വൽ ടു ആർ എക്സ് എന്ന് എഴുതി തന്നിരിക്കുന്ന വേരിയബിൾസ് യൂസ് ചെയ്ത് സോൾവ് ചെയ്ത് എക്സ് കണ്ടുപിടിക്കുക. എക്സ് മീൻസ് നമ്പർ ഓഫ് യൂണിറ്റ്സ് ടു ബി സോൾവ് ടു അച്ചീവ് ബ്രേക്ക് ഈവൻ. അപ്പോൾ ഈ രീതിയിലാണ് ബ്രേക്ക് ഈവൻ പോയിൻറ്റ് കണ്ടെത്തേണ്ടത് മാത്തമാറ്റിക്കൽ അപ്രോച്ച് യൂസ് ചെയ്തുകൊണ്ട്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത വീഡിയോയിൽ ഇതുപോലെ 2-3 പ്രോബ്ലംസ് ഞാൻ വർക്കൗട്ട് ചെയ്ത് കാണിക്കാം, എങ്കിലേ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊരു ഐഡിയ വരുള്ളൂ. കൂടുതലും എക്സാമിന് ഈ മോഡൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത്.